ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നെല്ലിയാമ്പതിയിലേക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ? ചിലരൊക്കെ പറഞ്ഞു അവിടെ എന്താ പ്രത്യേകിച്ച് കാണാനായിട്ടുള്ളത്, ഒന്നും തന്നെ ഇല്ലയെന്ന്. പക്ഷേ കാടിനെ സ്നേഹിക്കുന്നവർക്ക്, മലകളെ സ്നേഹിക്കുന്നവർക്ക്, യാത്രകളെ പ്രണയിക്കുന്നവർക്ക് അടിപൊളിയൊരു വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് കേട്ടോ നെല്ലിയാമ്പതി യാത്ര. ഇന്ന് ഞാൻ നെല്ലിയാമ്പതിയെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. KSRTC ബസ്സിലൊരു വിനോദയാത്ര. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ കൃത്യം 7 മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് 7:45 തിരിച്ചെത്തുന്നു. വെറും 600 രൂപയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഒരു വിനോദയാത്ര. ആദ്യത് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി കേട്ടോ, ഇത് സേഫായിരിക്കുമോ എങ്ങനെയായിരിക്കും എന്ന് ഒക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇതിവർ 2-3 വർഷമായി ഇത്ര തുടങ്ങിയിട്ട് വളരെ സേഫായിട്ടും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ ഇവർ ആണ് കേട്ടോ കൊണ്ടുവന്നതൊക്കെ. KSRTC ബസ് യാത്ര വളരെ രസകരമായിരുന്നു. അതിലെ ഡ്രൈവറായാലും ഗൈഡായാലും എല്ലാം വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത് കേട്ടോ. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ഈ നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിത്. ഇത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഒരു 75 കിലോമീറ്ററും പാലക്കാട് നിന്ന് ഒരു 60 കിലോമീറ്ററും പൊള്ളാച്ചിയിൽ നിന്ന് 75 കിലോമീറ്ററും കോയമ്പത്തൂരിൽ നിന്ന് ഒരു 105 കിലോമീറ്ററും എറണാകുളത്ത് നിന്ന് ഒരു 152 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം കേട്ടോ. നെന്മാറയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരം ചെന്നാൽ ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന ഡാമുകളിലൊന്നായ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ എത്താം കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത്. രാവിലെ 7 മണി മുതൽ 3 മണി വരെയാണ് വാഹനങ്ങൾ കടത്തിവിടുള്ളൂ. രാത്രി അവിടെ സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ 5 മണിക്ക് തന്നെ തിരിച്ചിറങ്ങണം കേട്ടോ. വഴിയിൽ മൃഗങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ 2 മരണം നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ചുരം കയറിയിട്ട് കുറച്ച് ഹെയർ പിൻ ബെൻസൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു മരത്തിൻ്റെ താഴെ വണ്ടി നിർത്തി. ഈ മരത്തിന് താഴെയാണ് കേട്ടോ വണ്ടി നിർത്തിയത്. ഈ ഭാഗത്ത് കാടും മലയും കൂടിയതാണ് റോഡിൻ്റെ. ഇതാണ് കേട്ടോ ഞങ്ങൾ ടൂർ വന്ന വണ്ടി. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അതിമനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ. ആദ്യം കോടം നിറഞ്ഞിട്ട് ഈ മല കാണാൻ സാധിച്ചിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പിൻഭാഗത്ത് നിന്ന് കാണുന്ന ആ മല ശരിക്കും ദൃശ്യമായി. വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ ആന ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കേട്ടോ. പക്ഷെ അവർ പിന്നീട് ഫോട്ടോ ഒക്കെ കാണിച്ച് തന്നപ്പോഴാണ് വിശ്വസിക്കേണ്ടി വന്നു. എൻ്റെ വിചാരം എന്താ, ചെങ്കുത്തായ ഒരു മലയല്ലേ, അതിൽ കൂടെ ആനയൊന്നും ഇറങ്ങി വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. നെല്ലിയാമ്പതിയിലേക്ക് എത്താനായിട്ട് ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ കേട്ടോ. നെല്ലിയാമ്പതിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് കാട്ടുവഴി ഉണ്ടെങ്കിലും ടൈഗർ റിസർവ് ആയ കാരണം ട്രൈബ്സിന് മാത്രമേ ആ വഴി അറിയുള്ളൂ. മഴക്കാലത്ത് മണ്ണിടിച്ചിലും മരം കടപുഴകി വീഴലൊക്കെ ഉണ്ടായാലൊക്കെ അതൊക്കെ മാറ്റുന്നത് വരെ യാത്ര ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ വാട്ടർഫോൾസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഡിസംബർ മാസം ആയതിനാലാവും ഞങ്ങളതൊന്നും കണ്ടില്ല. തൈക്കാട്ടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് 3.5 കിലോമീറ്റർ പോയാൽ സീതാർകുണ്ട് എത്തും കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും തൈക്കാട്ടി ജംഗ്ഷനിൽ എത്തിയിട്ട് വേണം വലത്തോട്ട് തിരിഞ്ഞ് 1.5 കിലോമീറ്റർ പോയാൽ കേശവൻപാറ എന്ന ലൊക്കേഷനിലെത്തും. കാരപ്പാറ തൂക്കുപാലം നെല്ലിയാമ്പതിയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇവിടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് വനത്തിനോട് അതിർത്തി പങ്കിടുന്ന കാരപ്പാറ കോളനിയെ ബന്ധിപ്പിക്കുന്നത് ഈ ഒരു തൂക്കുപാലാണ്. തൈക്കാട്ടി ജംഗ്ഷനിൽ നിന്നൊരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഓറഞ്ച് തോട്ടത്തിലെത്താം കേട്ടോ. ഒരാൾക്ക് 25 രൂപയാണ് അവിടെ ഫീസ്. 7 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. പക്ഷെ അവിടെ ഓറഞ്ച് മരത്തിൽ അപൂർവമായിട്ടാണ് ഓറഞ്ചൊക്കെ ഉള്ളൂ. അത് കാരണം ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല കേട്ടോ. 8 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം. കാടിൻ്റെ നടുക്കിൽ കൂടിയുള്ള യാത്രയിൽ കുറേ കുരങ്ങുകളെ കണ്ടു, മാനുകളെയൊക്കെ കണ്ടു. സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നതിൻ്റെ തുടക്കമാണ് കേട്ടോ ഇത്.
തിരുവല്ല ടീമിൻ്റെ കീഴിലുള്ള പോപ്സ് ഗ്രൂപ്പിൻ്റെ എസ്റ്റേറ്റിൻ്റെ വഴി കൂടിയാണ് ഇതിലേക്ക് പോകേണ്ടത്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് നടന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ 2 സൈഡിലും തേയിലത്തോട്ടം കാണുമ്പോൾ ഉണ്ടല്ലോ, അതിമനോഹരമായിട്ടുള്ള തോട്ടമാണ് കേട്ടോ. നമുക്ക് ആ തണുപ്പും ആ തോട്ടത്തിൻ്റെ ഒരു ഭംഗിയും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, വളരെ അധികം നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നും. ഈ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിൽ കാണുന്ന മരത്തിൻ്റെ പേര് സിൽവർ റോക്ക് എന്നാണ് കേട്ടോ. ഞങ്ങൾ തോട്ടത്തിലൊക്കെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കാറ്റായിരുന്നു, തണുപ്പും നല്ല രസമാണ്. നമ്മളുടെ കൂടെ വന്നവർക്കൊക്കെ എന്താ പറയുക, ഫോട്ടോ എടുത്തിട്ടൊന്നും തീരുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാട് ഫോട്ടോസും എടുത്തു. ഈ കാലാവസ്ഥയും ഇവിടുത്തെ ഭംഗിയും അതൊന്നും അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് കേട്ടോ. അകലെ കാണുന്ന മലകളും ഒക്കെ നല്ല രസകരമായിരുന്നു. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടു പുറകിലുള്ള നെല്ലിമരം കണ്ടോ? ഈ നെല്ലിയാമ്പതിക്ക് പേര് വരാൻ കാരണം ഈ നെല്ലിമരമാണെന്നാണ് പറയുന്നത്. ഞങ്ങളൊരു 23 കൊല്ലം മുന്നേ നെല്ലിയാമ്പതി കാണാൻ വന്നപ്പോഴും ഇവിടെ ഒരു നെല്ലിമരം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് വലിയൊരു മാറ്റമൊന്നും നമുക്ക് തോന്നില്ല. ഇപ്പോഴും അതങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു പാവത്താനായിട്ട്. ഞാനാണ് ഈ സ്ഥലത്തിന് പേര് വരുത്താൻ കാരണം എന്നുള്ള അഹങ്കാരമൊന്നും ആ നെല്ലിമരത്തിനില്ല കേട്ടോ. അതൊരു പാവാടേ. ഇവിടുന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോൾ നിറയെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. കൊല്ലങ്കോട് പാലക്കാടിൻ്റെയൊക്കെ അവിടുത്തെ വയലുകളും ചെറിയ വീടുകളും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കും. ചെറിയ ചെറിയ പൊട്ടുകളായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. എൻ്റെ പിൻഭാഗത്ത് കണ്ടോ, നിറയെ മഞ്ഞ് മൂടി കിടക്കുക. അഗാധമായ ഗർത്താണ് അത് ശരിക്ക്. പക്ഷെ മഞ്ഞ് മൂടി കിടക്കുക. ഒന്നും നമുക്കൊന്നും കാണാനായിട്ട് ഇതിൽ വീഡിയോയിലൊന്നും കാണാൻ പറ്റുന്നില്ല. നല്ല അവിടെ നിന്ന് പോരാനും തോന്നുന്നില്ല. നല്ല കാറ്റും തണുപ്പും. ഒരു 12 മണി 12:15 നേരത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. എന്നിട്ട് പോലും നല്ല തണുപ്പുണ്ട്, കാറ്റുമുണ്ട്. ഒരു ഭാഗത്ത് കാടാണ്, ഒരു ഭാഗത്ത് അഗാധമായ ഗർത്താണ്. രസകരമായ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. സത്യത്തിൽ അവിടെ നിന്ന് തിരിച്ചു പോരാൻ തോന്നിയില്ല. പിന്നെ ബസ്സിലെ ആൾക്കാരെ ചീത്ത പേടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ചകളാണുള്ളത്. എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആ നെല്ലിമരം കണ്ടില്ലേ, പ്രകൃതിയിലെ ചിത്രകാരൻ വരച്ച ഒരു നല്ലൊരു പെയിൻറ്റിങ് ആണെന്ന് തോന്നില്ലേ? എന്ത് രസമാണെന്നറിയോ, നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്ര രസകരമായിട്ടാണ് ഉള്ളത്. പിന്നെ ഈ കമ്പി വേലി പണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ, മരം കൊണ്ടുള്ള ഒരു വേലിയായിരുന്നു. ഇപ്പോൾ നല്ല കമ്പി വേലിയൊക്കെ ഉണ്ട്, സുരക്ഷിതത്വം നോക്കിയിട്ടാണ്. പിന്നെ നമ്മുടെ പറമ്പിനൊക്കെ അതിർത്തി നിശ്ചയിക്കില്ലേ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ അതിർത്തി നിശ്ചയിക്കുന്ന ജണ്ട എന്ന് പറഞ്ഞ കല്ലാണത്. കേശവൻ പാറയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇത്. നമ്മൾ തൈക്കാട്ടി ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ പോയാൽ കേശവൻ പാറ എത്തും. അവിടെ വണ്ടി നിർത്തി നമുക്കൊരു 1/2 മണിക്കൂർ നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ കാടിൻ്റെ നടുക്ക് കൂടെയുള്ള നടത്തം അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. 15 രൂപയാണ് അവിടുത്തെ എൻട്രി ഫീസ്. രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ് ആൾക്കാരെ കടത്തുള്ളൂ. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. KSRTC ബസ്സിൽ ടൂറിന് എനിക്ക് കിട്ടിയ 2 ഫ്രണ്ട്സാണ്. ഇദ്ദേഹം അശ്വതി, ഇലക്ട്രിക് എൻജിനീയറാണ്, ദുബായിൽ. അവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡും മക്കളൊക്കെ എല്ലാവരും ദുബായിൽ തന്നെയാണ്. ബാക്കിലിരിക്കുന്നത് നമ്മുടെ നീതു, തൃശ്ശൂരാണ് വീട്.
ഇലക്ട്രിക് എഞ്ചിനീയർ ഇൻസ്പെക്ടറാണ്, ഗസറ്റഡ് ഓഫീസറാണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ പോത്തുണ്ടി ഡാമിന് മുകളിലാണ്. ഞങ്ങളുടെ ബാക്കിൽ കാണുന്നതാണ് പോത്തുണ്ടി ഡാമിലെ ജലനിരപ്പ്. ഓക്കെ, പോത്തുണ്ടി ഡാമിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പുകളാണ് കേട്ടോ ഇത്. പിന്നെ പോത്തുണ്ടി ഡാമിൻ്റെ ജലസ്രോതസ് നെല്ലിയാമ്പതി മലയിൽ നിന്നുള്ള ജലം തന്നെയാണ്. പോത്തുണ്ടി ഡാമിൻ്റെ മാത്രമല്ല കേട്ടോ, കേരളത്തിലെ പ്രധാന നദിയായ ഭാരതപ്പുഴയുടെ സ്റ്റാർട്ടിങ് തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവ് ആണെങ്കിലും നെല്ലിയാമ്പതിയിൽ നിന്ന് ഒഴുകി വരുന്ന ഗായത്രി പുഴയും മംഗലപ്പുഴയും ചേർന്നിട്ടാണ് നമ്മുടെ നിളയെന്ന ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നത് കേട്ടോ. ഡാമിൻ്റെ താഴെ അതിമനോഹരമായ ഒരു പാർക്കുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കളിക്കാനും എല്ലാത്തിനും പറ്റിയതായ നല്ല പാർക്കുണ്ട്. താഴെ ചായക്കടയിൽ നിന്ന് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം കൃത്യം 7:45 തന്നെ തൃശ്ശൂർ എത്തി കേട്ടോ. പിന്നെ എൻ്റെ ഈ വീഡിയോസ് കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.